നമസ്കാരം. ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രവാസി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന വിഷയം, അതുപോലെ തന്നെ പെൻഷൻ വാർത്ത, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, KSRTC വാർത്ത എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതോപാധിക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വരുമാനമാണ് പ്രധാന ആശ്രയം. വർഷങ്ങളോളം വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ശേഷം നാട്ടിലെത്തുന്നവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസി ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ ഭാഗമായി അർഹരായ അംഗങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ നൽകി വരികയാണ്. എന്നാൽ ഇപ്പോൾ 3 മാസമായി പെൻഷൻ വിതരണം നടന്നിട്ടില്ലെന്നാണ് പ്രവാസി സംഘടനകളുടെ ആരോപണം. പ്രതിമാസം ഏകദേശം 35 കോടി രൂപ ആവശ്യമായതിനാൽ ആകെ 105 കോടി രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ടെന്നാണ് അവർ പറയുന്നത്. പെൻഷൻ തുക 3000 മുതൽ 7000 രൂപ വരെ ലഭിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഈ തുകയാണ് നിരവധി കുടുംബങ്ങളുടെ പ്രധാന വരുമാനമെന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാലതാമസം മൂലം ഏകദേശം 96,000 കുടുംബങ്ങൾക്ക് നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സംഘടനകളുടെ കണക്ക്. പ്രവാസി സംഘടനകൾ പറയുന്നതനുസരിച്ച് പെൻഷൻ മാത്രമല്ല, വിവിധ ക്ഷേമ പദ്ധതികളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് ചികിത്സാ സഹായം, ധനസഹായം, മറ്റ് ക്ഷേമാനുകൂല്യങ്ങൾ എന്നിവയും വൈകുന്നതായി പരാതിയുണ്ട്. ഇതിനു പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ കൂടുതൽ പ്രവാസി ക്ഷേമ വകുപ്പിലെ ഭരണപരമായ അധികാര തർക്കങ്ങളാണെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ്, ഫയലുകൾ വൈകുകയാണെന്നും സംഘടനകൾ ആരോപിക്കുന്നു. പ്രവാസി ക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഇത് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിവിധ പ്രവാസി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ഭാഗത്തേക്കും നോക്കാം. അധികാരത്തിലെത്തിയ ശേഷം മുൻ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ തുടരുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് പ്രതിഷേധം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പല ക്ഷേമ പദ്ധതികളിലും കാലതാമസം ഉണ്ടാകുന്നതായും പ്രവാസി ക്ഷേമ പെൻഷൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും വിമർശനം ഉയരുന്നു. ഇനി ക്ഷേമ പെൻഷന്റെ കാര്യം. നിയമസഭയിലെ പൊതു ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ സംബന്ധിച്ച സർക്കാർ നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും അത് നടപ്പാക്കുന്നതിൽ അനാവശ്യ കാലതാമസം ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പെൻഷൻ യഥാർത്ഥ അർഹരിലേക്ക് എത്തുന്ന തരത്തിൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള പഠനം സർക്കാർ ഗൗരവമായി നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള അർഹതാ മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ ആവശ്യമായ സാഹചര്യമാണ് ഉള്ളതെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഉദാഹരണത്തിന്, വീട്ടിൽ എയർ കണ്ടീഷനുള്ളവർക്ക് ക്ഷേമ പെൻഷൻ നൽകാത്ത നിലവിലെ വ്യവസ്ഥ പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ വീണ്ടും വിലയിരുത്തേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്നും അത് പിന്നീട് 2000 രൂപയായി വർദ്ധിപ്പിച്ച സാഹചര്യവും മുഖ്യമന്ത്രി നിയമസഭയിൽ പരാമർശിച്ചു. ഇത്തരം കാലതാമസം ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ആവർത്തിക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം പ്രതിപക്ഷം ഇതിൽ തൃപ്തരല്ല. വാഗ്ദാനങ്ങൾ മാത്രമല്ല, ജനങ്ങൾ സമയത്ത് ലഭിക്കേണ്ട സഹായം സമയത്ത് നൽകുകയാണ് പ്രധാനമെന്നും അവർ പറയുന്നു. പ്രവാസികളുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ഗൗരവം കാണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ അനുവദിച്ച സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഒരു ഓർഡിനറി ബസ് പോലും അതിനായി മാറ്റിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വിഷയത്തിൽ സർക്കാർ കൂടുതൽ ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ്. ഇതിന് സർക്കാർ ഇതുവരെ വ്യക്തമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രതീക്ഷയോടെയും ആശങ്കയോടെയും കാത്തിരിക്കുകയാണ്. പ്രവാസി സംഘടനകൾ ഉടൻ സർക്കാർ ഇടപെടൽ പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്.
അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് കേരളത്തിലെ പ്രവാസി കുടുംബങ്ങൾ മാത്രമല്ല മുഴുവൻ സംസ്ഥാനവും ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന കാര്യമായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ അതിൻ്റെ എല്ലാ വിശദാംശവും ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പ്രവാസി ക്ഷേമ പെൻഷൻ എന്നത് ഒരു സാധാരണ ധനസഹായ പദ്ധതി മാത്രമല്ല, വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു സംഭാവന നൽകിയ പ്രവാസികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. മരുന്നുകൾ വാങ്ങുന്നതിനും ചികിത്സാ ചെലവുകൾ വഹിക്കുന്നതിനും വീട്ടുചെലവുകൾ നടത്തുന്നതിനും ഈ പെൻഷൻ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുമായി വിതരണം സംബന്ധിച്ച കാര്യം, KSRTC ബസ്സിൻ്റെ കാര്യം, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്ന കാര്യം, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകും. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.